ടീനേജ് കാലഘട്ടം എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായിട്ടുള്ള കാലഘട്ടവും അതിലുപരി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാലഘട്ടം കൂടിയാണ്. ഈ സമയത്ത് ഈ കുട്ടികൾ എന്ത് തീരുമാനം എടുക്കുന്നു, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾ. കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ സോഷ്യൽ മീഡിയ അത്രയ്ക്ക് അങ്ങോട്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിരുന്നില്ല ഈ കുട്ടികൾക്ക്. അതായത് മൊബൈൽ ഫോണിന്റെ ഇൻഫ്ലുവൻസിലൊന്നും സാധാരണ ചെറിയ മൊബൈലൊന്നും അവർ അത്ര അഡിക്റ്റഡ് ആയിരുന്നില്ല. പക്ഷെ ഇപ്പം ഒരുപാട് കാര്യങ്ങൾ കൂടുതലായിട്ട് മൊബൈലിലൂടെയും ഇൻസ്റ്റാഗ്രാമ്, ഫേസ്ബുക്ക്, അതുകൂടാതെ ഫ്രണ്ട്ഷിപ്പ് ആപ്പുകൾ, ഇതിലെല്ലാം ഇവർ പോയി ജോയിൻ ചെയ്ത് പലതരത്തിലുള്ള ഇഷ്യൂസ് അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നവർക്ക് അത് കൺട്രോൾ ചെയ്യാം, അല്ലാത്തവർക്ക് അതിന്റെ ഭീകരമായിട്ടുള്ള ഇഷ്യൂസ് താങ്ങാൻ പറ്റാതെയും അവർക്ക് ഒരുപാട് പ്രോബ്ലംസ് ലൈഫിൽ സംഭവിച്ചേക്കാം. ഇതിന് ഏറ്റവും ബെസ്റ്റ് പാരന്റ്സ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അവരോട് ഫ്രണ്ട്ലി ആയിരിക്കുക എന്നുള്ളതാണ്. അവർക്ക് എന്തും ഷെയർ ചെയ്യാനുള്ള സ്പേസ് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. അവരെ ഒരുപാട് കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഹാർഷായിട്ട് അല്ലെങ്കിൽ ഭീകരമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അത് അവർക്ക് നെഗറ്റീവ് ഇമ്പാക്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കുട്ടികൾ നിങ്ങൾക്ക് തന്നെ അറിയില്ലേ, കഴിഞ്ഞ 2 ആഴ്ച മുമ്പുണ്ടായ ആക്സിഡന്റ് കേസ്, അവർക്ക് അവരുടെ ഇഷ്ടത്തിന് 18 വയസ്സായിട്ടേ ഉള്ളൂ. അവർക്ക് ആ ഒരു ധൈര്യം, ഓവർ കോൺഫിഡൻസ് ഒക്കെ ഉണ്ടായതുകൊണ്ടാണ് മെഡിക്കൽ സ്റ്റുഡൻസ് വണ്ടി എടുത്ത് പോയതൊക്കെ. അപ്പൊ അതുപോലത്തെ പല ഇഷ്യൂസ് ഇന്നത്തെ കാലത്ത് നടക്കുന്നുണ്ട്. സോ പാരന്റ്സ്, ബി ഫ്രണ്ട്ലി വിത്ത് ദം, ബി കെയർഫുൾ. ബൈ.